സാറേ, ബംഗ്ലാദേശിൽ യഥാർത്ഥത്തിൽ സംവരണ പ്രക്ഷോഭമായിട്ടാണ് അത് തുടങ്ങിയത്. വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങുന്നു, സംവരണം സുപ്രീം കോടതി റദ്ദാക്കി. അതിനുശേഷം 1-2 ദിവസം ശാന്തമായിരുന്നു. വളരെ പെട്ടെന്ന് പ്രക്ഷോഭം വീണ്ടും കത്തിപ്പടരുകയായിരുന്നു. ഷെയ്ഖ് ഹസീന രാജ്യം വിട്ട് അവർ അധികാരം ഒഴിഞ്ഞ് ഇന്ത്യയിലേക്ക് വന്നു. അവിടം കൊണ്ട് പക്ഷേ തീരുന്നില്ല എന്നുള്ളതാണ്. ആ രാജ്യം അരക്ഷിതാവസ്ഥയിലാണ്. നിയന്ത്രിക്കാൻ ആരുമില്ലാത്ത സ്ഥിതിയാണ്. 29ഓളം അവാമി ലീഗ് നേതാക്കന്മാരെയാണ് ഇവർ തെരുവിൽ തല്ലിക്കൊന്നത്. മറ്റൊന്ന്, നമ്മളിന്ന് കണ്ട കാഴ്ച ഈ ഷെയ്ഖ് ഹസീനയുടെ വസതിയിൽ കയറിയിട്ട് കാണിക്കുന്ന അതിക്രമങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ ഒന്ന്, ഈ ബംഗബന്ധു എന്ന് പറഞ്ഞ സിനിമ എടുത്ത, അതായത് മുജീബുർ റഹ്മാനെ കുറിച്ച് ജീവചരിത്ര സിനിമ എടുത്ത അതിൻ്റെ നിർമ്മാതാവിനെ, അതിലഭിനയിച്ച നടനെയൊക്കെ തല്ലിക്കൊല്ലുകയാണ്. അപ്പം ആരെ കൈ കിട്ടിയാൽ, അതുപോലെ തന്നെ ഹിന്ദു ക്ഷേത്രങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടാകുന്നു. ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടാകും. വ്യാപകമായ ആക്രമണം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. ഇതിനെ ആർക്ക് നിയന്ത്രിക്കാൻ പറ്റും? പോലീസുകാരൊന്നും ഡ്യൂട്ടിയിൽ കയറുന്നില്ല, ആരും നിയന്ത്രിക്കാനില്ല. അനുഭവിക്കട്ടെ. മറ്റേ നിങ്ങളുടെ നാട്ടിൽ മറ്റേ ടീച്ചർ കൊണ്ടുവന്നതിൻ്റെ അനുഭവിച്ചു ജോസഫൈൻ പറഞ്ഞു. ടീച്ചറിനോട് ഇപ്പോഴാണ് ബഹുമാനം തോന്നുന്നു. ഇപ്പൊ പലരും ടീച്ചറിനെ ഇങ്ങനെ കോട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പല പ്രധാനപ്പെട്ട ആളുകളെ കേട്ടിട്ടുണ്ട്. ടീച്ചറിൽ ടീച്ചറിൽ അന്നല്ല ടീച്ചറെ കുറ്റം വന്നെങ്കിൽ അനുഭവിച്ചോട്ടെ. അവിടെ നടന്നത് ഈ പിതൃരഹിതരുടെ പ്രതിവിപ്ലവമാണ്, തന്തയില്ലാത്തവരുടെ പ്രതിവിപ്ലവമാണ് അവിടെ നടന്നിട്ടുള്ളത്. കാരണം ഇവിടെ അവസാനത്തെ കാരണമായി അവർ പറഞ്ഞിട്ടുള്ളത് ഈ അവിടുത്തെ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ മക്കൾക്ക് 30% ഗവൺമെൻറ് ജോലികളിൽ സംവരണം ഏർപ്പെടുത്തുക എന്നുള്ള ഒരു കോടതിയുടെ നിർദ്ദേശമാണ്. ആ നിർദ്ദേശം പിന്നെ അത് പിൻവലിക്കുകയും പിന്നെ കോടതി അതിനെ 5% ചുരുക്കുകയും ചെയ്തു. അപ്പം ഈ കലാപം വിജയത്തിലെത്തിയെന്ന സമയത്ത് ആ ഒരു റീസൺ അവിടെ വാലിഡ് അല്ല, ഒന്നാമത്തത്. രണ്ടാമത്തെ, അതിൻ്റെ മുമ്പ് അവിടെ സമരം നടക്കുക ഇന്ത്യൻ വസ്തുക്കൾ ബഹിഷ്കരിക്കുക എന്നുള്ളതായിരുന്നു. ഈ നാളുകൾക്ക് ആ രാജ്യം ഉണ്ടായിക്കൊടുത്തത് ഇന്ത്യക്കാരാണ്. അതെ. എന്നിട്ടാണ് ആരെ ഇന്ന് പാകിസ്ഥാൻകാർ ഇവൻ്റെയൊക്കെ വീട്ടിൽ കയറി, ബംഗാളി സംസാരിക്കുന്ന ആളുകൾ വീട്ടിൽ കയറി ആണുങ്ങളെ മൊത്തം കൊന്നൊടുക്കുകയും പെണ്ണുങ്ങളെ മൊത്തം ബലാത്സംഗം ചെയ്യുന്ന കാലഘട്ടത്തിൽ നമ്മളെ സൈന്യത്തെ വിട്ട് നമ്മളെ ഇൻ്റലിജൻസ് വിങ് എത്ര ആളുകൾ മരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ പിക്ക എന്നിട്ട് പറഞ്ഞ സിനിമ ഉണ്ട്, നമ്മളെ ഒരു ചാരൻ അവിടെ ഭീകരമായി പീഡിപ്പിക്കപ്പെടുന്നത്. അന്ന് അങ്ങനെ നമ്മൾ ഉണ്ടായിക്കൊടുത്തത് നമ്മുടെ ഭിക്ഷയാണ് ആ രാജ്യം. കാരണം അന്ന് അമേരിക്ക എന്ന് പറയുന്ന ഈ രാജ്യം പാകിസ്ഥാൻ്റെ കൂടെയായിരുന്നു. അവരവിടെ നമ്മളെ ഇടപെട്ട് അവിടെ ഇവർക്ക് സ്വാതന്ത്ര്യ സമരം നടത്താനുള്ള വഴി ഒരുക്കി കൊടുത്ത സമയത്ത് നമുക്കെതിരെ കപ്പൽപ്പട അയച്ചവരാണ് അമേരിക്ക. അന്ന് റഷ്യക്കാരാണ് അത് തടയാൻ വേണ്ടി വേറെ കപ്പൽപ്പട ഇങ്ങോട്ട് അയച്ചു. അങ്ങനെയാണ് അമേരിക്ക പിൻവലിഞ്ഞത്. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇന്ത്യയുടെ വസ്തുക്കൾ ബഹിഷ്കരിക്കുക ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭമായിരുന്നു. പിന്നെ ആ സമരം തന്നെ എന്തായിരുന്നു, അതിൽ പിന്നെ പറയുന്നത് വെച്ചാൽ ഹസീന ഹിന്ദുവാണ്, മോഡിയുടെ ഏജൻ്റാണ് എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, അവിടെ മുസ്ലിങ്ങളായ പാകിസ്ഥാനികളല്ലേ, മുസ്ലിങ്ങളായ ബംഗാളികൾ അവിടെ കൊന്നൊടുക്കിക്കൊണ്ടിരുന്നത് 71-ന്റെ മുമ്പ്. ആ സൈന്യത്തിൻ്റെ പേരല്ലേ റസാക്കേസ്. മുസ്ലിങ്ങളായ ബംഗാളികളെ കൊന്നൊടുക്കാൻ വേണ്ടി പാകിസ്ഥാൻ നിയോഗിച്ച, പാകിസ്ഥാന് മേധാവിത്വമുള്ള, പാക് വംശജർക്ക് മേധാവിത്വമുള്ള സൈന്യത്തിൻ്റെ പേരാണ് റസാക്കേസ്. അതിൽ കുറച്ച് ആളുകൾ ബഹുമാനം കൂടിയിട്ടുണ്ട് മതത്തിൻ്റെ പേരിൽ. അതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയത്, ഇന്നിപ്പോൾ മുദ്രാവാക്യം വിളിക്കുന്നവൻ്റെ തന്തയും തള്ളയും ഉൾപ്പെടെയുള്ള ആളുകളെ രക്ഷപ്പെടുത്തിയത് ഈ രാജ്യത്തിൻ്റെ പട്ടാളമാണ്, ഈ രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റാണ്, ഹിന്ദുക്കളാണ്. ഇന്ദിരാഗാന്ധി ഹിന്ദു ആയിരുന്നല്ലോ, അല്ലാതെ അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. ഷി വാസ് എ വെരി സ്ട്രോങ് ബിലീവർ ഇൻ ഹിന്ദുയിസം. അപ്പോൾ എന്നിട്ടാണ് നമ്മളെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചത്. എന്നിട്ട് പാകിസ്ഥാനെ ആർക്ക് വേണ്ടിയിട്ട്? പാകിസ്ഥാന് വേണ്ടിയിട്ട്. ഇവരെ നമ്മൾ പ്രതിശൂന്യതൊന്നും തന്തയില്ലാത്തവന്മാരല്ല എന്താണ് ജോണെ വിളിക്കേണ്ടത്. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഒരു വിപ്ലവം നടത്തിയാൽ അതിങ്ങനെയൊക്കെ തീരുള്ളൂ. സുരേഷ് ഗോപി പണ്ട് സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്, നാട്ടുകാരനാണല്ലോ അങ്ങേര്. അതെ. ഒരു സന്യാസിക്ക് ഒരിക്കലും തെമ്മാടിയാൻ പറ്റില്ല, തെമ്മാടിക്ക് എപ്പം വേണമെങ്കിൽ സന്യാസിയാണ്. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് കൈയടിച്ചവന്മാരൊക്കെ അവിടെ പോയി അവിടെ വലിയ വിപ്ലവമാണ് നടക്കുന്നത്, ഏകാധിപത്യമാണ് എന്ന് പറയുന്നത്. എന്ത് ഏകാധിപത്യമാണ് അവിടെ ഉണ്ടായിരുന്നത്? അവിടെ ഏകാധിപത്യം എന്ന് വെച്ചാൽ എന്താണ്? ഈ പറയുന്ന പ്രതിവിപ്ലവകാരികൾ ശക്തിപ്പെട്ടിട്ട്, മതമൗലികവാദികൾ ശക്തിപ്പെട്ട് ഒരു രാജ്യത്തെ വിഴുങ്ങാൻ നോക്കുമ്പോൾ അവിടുത്തെ ഭരണാധികാരിയായ ഇന്ദിരാഗാന്ധി ആണെങ്കിലും മോഡി ആണെങ്കിലും ഹസീനയാണെങ്കിലും ശക്തമായ മെഷേഴ്സ് എടുക്കേണ്ടി വരും.
അവരന്ന് അങ്ങനെ ഒരു മെഷേഴ്സ് എടുത്തത് കൊണ്ടാണ് ഇന്ന് ഇങ്ങനെയെങ്കിലും ഇത്രയും കാലമെങ്കിലും അവിടെ ഈ പറയുന്ന ജനാധിപത്യം മതനിരപേക്ഷത നിലനിന്നു. കാരണം ഹസീന അധികാരത്തിലെത്തി ഏതായാലും താമസിയാതെ തന്നെ അവർക്കെതിരെ സൈനിക അട്ടിമറി നടന്നു. അവിടെ BSF പോലെ ബോയ്സ് ഉണ്ട്, അവർ അട്ടിമറി നടന്നു. ആ അട്ടിമറി അവർ അതിജീവിച്ചു. സ്വാഭാവികമായിട്ടും അങ്ങനെ അട്ടിമറി എന്ന സാഹചര്യത്തിൽ ഗവൺമെൻറ് വിജിലൻ്റ് ആവും. അങ്ങനെ വിജിലൻ്റ് ആയതിൻ്റെ ഫലമായിട്ടാണ് പല ആളുകൾക്കെതിരെയും കേസെടുത്തത്. അപ്പം അത് നിങ്ങൾ മുഹമ്മദ് യൂനിസിനെതിരെ കേസെടുത്തത്. അയാൾ നോബൽ ലൂറിയേറ്റ് അല്ലേ, ഇയാളാണ് അവിടുത്തെ ഏറ്റവും വലിയ കള്ളൻ. ഇയാൾ നോബൽ ലൂറിയേറ്റ് എന്നൊക്കെ പറയുന്നത് ശരിയാണ്. പക്ഷേ ഈ അമേരിക്കയുടെ ഏജൻ്റാണ് ഇങ്ങേര്, പാകിസ്ഥാൻ്റെ ഏജൻ്റാണ് ഇങ്ങേര്. അപ്പോൾ ഈ പലപ്പോഴും ഈ ചാരന്മാർ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ ഈ പറയുന്നതിൻ്റെ മാതിരി പട്ടാളക്കാരായിട്ടൊന്നുമല്ല, അധ്യാപകരായിട്ട്, സാമൂഹ്യ പ്രവർത്തകരായിട്ട്, സാംസ്കാരിക പ്രവർത്തകരായിട്ട്, മത നേതാക്കന്മാരായിട്ട്, ഹോട്ടൽ ബിസിനസ്സുകാരായിട്ടൊക്കെയാണ് ഇവർ വർക്ക് ചെയ്യുക. താൽക്കാലിക പ്രധാന. അപ്പം ഇയാൾക്കെതിരെ കേസെടുത്ത വലിയ സംഭവമാണ് പറയുന്നത്. ഇയാൾക്കെതിരെ കേസെടുത്തതെന്ന് വെച്ചാൽ എന്തോ ഇവിടെ അമാത്യ സെന്നിനെതിരെ കേസെടുക്കുന്നില്ലല്ലോ. അങ്ങനെ അമാത്യ സെൻ ഈ മാതിരികളെ പണിക്കാൻ നിൽക്കാറില്ല. അമാത്യ സെൻ എന്തെങ്കിലും രാഷ്ട്രീയ എതിരായി ഇപ്പം മോഡിയോട് ഉണ്ടാവാറുണ്ട്. കുത്തിത്തിരിപ്പി അമാത്യ സെൻ പോകാറില്ല, രാജ്യത്തിനെതിരെ നിൽക്കുന്നില്ല. ഈ കുത്തിത്തിരിപ്പിന് പോയതാണ് പ്രശ്നം. ഒരു കുത്തിത്തിരിപ്പിന് പോയി. അപ്പോൾ ഇത് സ്വാഭാവികമായ പരിണതിയാണ്. ഇത് മുമ്പേ അവിടെ സംഭവിക്കേണ്ടതാണ്. എന്തുകൊണ്ട് അവിടെ സംഭവിച്ചില്ല? ബിക്കോസ് ഷെയ്ഖ് ഹസീന വാസ് ദെയർ വിത്ത് ദ സപ്പോർട്ട് ഓഫ് അവർ ഗവൺമെൻറ്. ഇപ്പം നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായി. നമ്മളെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ വേറെ രാജ്യത്ത് കയറി നമ്മൾ അവിടുത്തെ ജനങ്ങളെ കൊല്ലുന്നതിന് നമുക്കത് ഉപരോധം വരും. നമ്മൾ വല്ലാത്തൊരു ഡിഫിക്കൽട്ട് പൊസിഷനിലാണ്. അപ്പോൾ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. അവരവിടെ നിന്നിരുന്ന് അവരെ കൊന്നു കളയായിരുന്നു. ഇന്നത്തെ അമ്മമാർ കാണിച്ച വൃത്തിയോട് നോക്കിയാൽ നമ്മുടെയൊക്കെ അമ്മൂമ്മ അമ്പായുള്ള സ്ത്രീ അമ്മ റേപ്പ് ചെയ്യായിരുന്നു. കാരണം നിങ്ങൾ കണ്ടല്ലോ, അണ്ടവേദൊക്കെ എടുത്തുകൊണ്ട് കാണിക്കണം എത്തിനെ പോകുന്ന ചെറുക്കം അമ്മമാരാണ് എന്തെന്ന് വലിയ മതരാഷ്ട്രം ഉണ്ടാക്കാൻ നടക്കുന്നവന്മാർ. കാണിച്ചു കൂട്ടിയാണ്. നമുക്ക് അവിടെ കയറി ഇരുന്നതൊക്കെ മനസ്സിലാക്കാം. ശ്രീലങ്കയെ പോലും ഇത്തരം വൃത്തികേട് അവിടെയുള്ള ആളുകൾ അവിടുത്തെ പിന്നെ പ്രസിഡന്റിൻ്റെ കൊട്ടാര റൺസൊക്കെ ചെയ്തപ്പം ചെയ്തിട്ടില്ല. അവ ഇവൻ്റെ ഉള്ളിലിരിപ്പം എന്താണെന്ന് മനസ്സിലായില്ല. ലജ്ജയിൽ തസ്ലീമ നസീം പറഞ്ഞ ഇത്തിരി ശരിയായിരുന്നു മനസ്സിലായില്ല. അപ്പം അവിടെ നടക്കുന്നത് ഇനി നടക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവരുടെ കൺട്രോളിൽ നിൽക്കില്ല. പാകിസ്ഥാനിലെ ജമാഅത്ത് ഇസ്ലാമിനെക്കാളും ശക്തനാണ് അവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി. പാകിസ്ഥാൻ ജമാഅത്ത് ഇത്ര ശക്തരല്ല, ഇൻ്റലക്ച്വലി ശക്തരായി. ഇവർ പൊളിറ്റിക്കലി ശക്തരാണ്. ഇനി അവരുടെ കയ്യിലേക്ക് ആ രാജ്യത്തിൻ്റെ ഭരണം പോകുന്നത് ആ രാജ്യം റാഡിക്കലൈസ് ചെയ്യപ്പെടും. ഇന്നിപ്പോൾ ഒന്നും പേടിക്കേണ്ട, ഹസീനെ മാത്രമാണ് പ്രശ്നമെന്ന് പറഞ്ഞ ബുദ്ധിജീവികളുണ്ട്. ഈ ബുദ്ധിജീവികളെല്ലാം തന്നെ നാളെ കരയുന്ന അവസ്ഥ വരും. അതായത് നമ്മളെ മറ്റേ ഈ സിനിമയിൽ പ്രേമലു സച്ചിൻ പറഞ്ഞു നീ കരയും മോനെ എന്ന് പറഞ്ഞ അവസ്ഥ വരും. ആ അവസ്ഥയിലേക്കാണ് ആ രാജ്യം ഇപ്പം പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ വില കൊടുക്കേണ്ടി വരിക. ഇപ്പം 90s താലിബാൻ വരുന്നതിന് മുമ്പേ വളരെ പ്രോഗ്രസീവായിട്ടുള്ള ഒരു രാജ്യമായിരുന്നു അഫ്ഗാനിസ്ഥാൻ. അവിടെ ആ സമൂഹം, അവിടുത്തെ സ്ത്രീകളുമൊക്കെ എത്ര നൂറ്റാണ്ടുകളാണ് ഇപ്പം പിറകിലോട്ട് പോയിരിക്കുന്നത്. അതേപോലെ ഇന്ന് ഇന്ത്യനെക്കാട്ട് ഒരു പക്ഷേ പ്രോഗ്രസീവായൊരു സൊസൈറ്റിയാണ് ബംഗ്ലാദേശ്. അത് നൂറ്റാണ്ടുകൾ പിന്നോട്ട് പോകുന്ന നിങ്ങൾ കാണേണ്ടതായിട്ട് നമുക്കൊരു തീരാ തലവേദനയായിരിക്കും. ഇനി വരാൻ പോകുന്നത് അവിടുന്ന് വലിയൊരു ഹിന്ദു എക്സോഡസ് ആണ്. അവിടെയുള്ള അവശേഷിക്കുന്ന ആ സമാനമായ ഹിന്ദുക്കളെ വരെ ഇവന്മാർ പിടിക്കും. ഒന്നുകിൽ അവർ മതം മാറേണ്ടി വരും, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരേണ്ടി വരും. വ്യാപകമായ ആക്രമണം അവരെ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് മോഡി ഈ പറഞ്ഞ പൗരത്വ നിയമം കൊണ്ടുവന്നത്. അല്ല അവർക്ക് നമുക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കാൻ പറ്റില്ല. മാത്രമല്ല അവന്മാർ കുറേ ഇവിടെയും വന്നിട്ടുണ്ട് ബംഗ്ലാദേശ് അഭയാർത്ഥികളായിട്ട്. കുറേയൊക്കെ പാവങ്ങളാണ് കേട്ടോ, ആസാമിലേക്ക് ജീവിക്കാൻ ഗതിയില്ലാതെ വന്നവന്മാരാണ്. പക്ഷെ അവരുടെ കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ മറ്റവന്മാരുണ്ട്, ഈ ഐഡിയോളോഗ്സ് ഉണ്ട്. അവർ ഇവരെ പറഞ്ഞ് തിരിക്കും. അവരുടെ രാജ്യം പൂർണ്ണ വന്ന് ബംഗാൾ കൂടി അവരെ കൈ കിട്ടുമ്പോൾ അത് പെട്ടെന്നും കിട്ടില്ല എന്ന് അവർക്ക് അറിയാം. ബിക്കോസ് ഓഫ് ആർമി ഈസ് സോ പവർഫുൾ. പക്ഷെ അവരതിന് ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു തലവേദന നമുക്കവിടെ വരും. അപ്പോൾ പിന്നെ അവർ സ്വയം വിളിക്കുന്നത് റസാക്കേസ് എന്നാണ്. റസാക്കേസ് ആരാണ്? ആ രാജ്യം ഉണ്ടാക്കുന്നതിനെതിരെ ക്രൂരമായി കൊലപ്പെടുത്തിയ ആളുകളാണ്, നിലകൊണ്ടിട്ടുള്ള പാകിസ്ഥാൻ്റെ ഏജന്റുകളായിട്ടുള്ള ആളുകളാണ്. ഏറ്റവും മുസ്ലിങ്ങൾ പോലുമല്ല. ഞാൻ ഖുർആൻ അനുസരിച്ചിട്ട് അങ്ങനെയുള്ള അപരാധമൊന്നും ചെയ്യാൻ പാടില്ല. അത് ഓക്കെ. ഇനിയിപ്പം ഭയങ്കര മുസ്ലിങ്ങളും മുസ്ലിം വിരുദ്ധരും പലതും പറഞ്ഞ് നടക്കുന്നുണ്ട്, പല കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട്. അത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ. ഇത് സ്വന്തം ജനതയ്ക്കെതിരെയാണ്. ഞാൻ അതിന് യോജിച്ചിട്ടല്ലേ. ഇനിയിപ്പം അങ്ങനെ സംഭവമല്ലേ പറഞ്ഞിട്ട് അപ്പോൾ സ്വന്തം ജനതയ്ക്കെതിരെ അതെവിടെയും ഒരു സാങ്ഷനും ഇല്ല. ഒരു രീതിയിലും മറ്റേ സാങ്ഷൻ ഉണ്ടെന്നല്ലോ ഞാൻ പറയുന്നത്. ആ ഓരോ കോണ്ടക്സ്റ്റ് അനുസരിച്ച് വന്നതാണ്. ആ കോണ്ടക്സ്റ്റ് മാത്രം എടുത്തുകൊണ്ട് ചില ആളുകൾ പറയുന്നതാണ്. അപ്പം ഇവര് ഞങ്ങൾ റസാക്കേസാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുക, രാജ്യം എന്താണ്? അത് തിരിച്ചുപോക്കാണ്, ആത്മദുരന്തമാണ്. അപ്പോൾ നമുക്ക് അവരോട് ഈ ദുരന്തം കാണുമ്പോൾ പൊതുവെ നമുക്ക് സങ്കടം ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഇത് സ്വയം വരുത്തി വെച്ചതായതുകൊണ്ടും ഇത് ബോധപൂർവം ഉണ്ടാക്കി വെച്ചതായതുകൊണ്ടും നമുക്കതിൽ സങ്കടമൊന്നുമില്ല. അനുഭവിക്കട്ടെ, അത്രയേ ഉള്ളൂ.